നമുക്ക് ഒരു ഡയബറ്റിക് എന്താ അതിനെക്കുറിച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അവെയറാണ്. ഡയബറ്റിക് എന്താണ് കണ്ടീഷൻ. സോ ബേസിക്കലി ബ്ലഡിൽ ഷുഗർ കൂടുന്നുണ്ട്. ഷുഗർ കൂടുന്നത് ഒന്നെങ്കിൽ അമിതമായിട്ട് ഷുഗർ കഴിക്കുന്ന അങ്ങനെ ഒരു ഇന്നാക്ടിവിറ്റി അല്ലെങ്കിൽ ഒന്നും ലെത്താർജിക്ക് അങ്ങനത്തെ ഒരു ഇതാളുണ്ടെങ്കിൽ ഷുഗർ കൂടും. ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലാണെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഡയബറ്റിക് വരുന്നത്. സോ ഡയബറ്റിക് ഈ ഷുഗർ ആസ് സച്ച് കൂടുമ്പം ഇത് കാരണം കിഡ്നിയുടെ അകത്തുള്ള ചെറിയ ചെറിയ ഫിൽറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ഗ്ലോമറുലസ് എന്ന് പറയും. ഇതിനകത്ത് വന്ന് ഷുഗറിൻ്റെ ഒരു ഇത് കൂടുമ്പോഴേക്കും ആ ഫിൽറ്റർ ഒരുമാതിരി എന്താ പറയുക, ഒരു ഇരുമ്പ് തുരുമിക്കുന്ന പോലെ തന്നെ ഒന്ന് ചെറുതായിട്ടങ്ങ് ദ്രവിച്ചു പോയി. അത് ആക്ച്വലി ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആദ്യം പറ്റുന്ന ഈ ഫിൽറ്ററിനെ ബാധിക്കുമ്പോൾ ആദ്യം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു യൂറിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സാധനമുണ്ട് യൂറിന് പ്രോട്ടീൻ, നമ്മുടെ ബ്ലഡിൽ പ്രോട്ടീനൊക്കെ ആക്ച്വലി അതാദ്യം ലീക്കാവും. അന്നേരം യൂറിന് കുറേ നാൾ ഡയബറ്റിക് ഉള്ളവർക്ക് യൂറിന് ചെറിയ പ്രോട്ടീൻ്റെ അളവ് കാണും, അങ്ങനെ ലീക്ക് വരും. പിന്നെ വന്ന് ആ ഫിൽറ്റർ മൊത്തത്തിൽ ഒരു സോർട്ട് ഓഫ് ദ്രവിച്ച് ആ ഒരു ഇതാവും. പിന്നെ അപ്പോഴാണ് നമ്മുടെ യൂറിയ അല്ലെങ്കിൽ ക്രിയാറ്റിനൊക്കെ കൂടി പിന്നെ അങ്ങനെ റീനൽ ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. പിന്നെ ഡയബറ്റിക് ആസച്ച് കിഡ്നിയെ ഡയറക്റ്റായിട്ട് ബാധിക്കും. പിന്നെ ഇപ്പം ഡയബറ്റിക് കാരണം ഒരു മുറിവ് വന്ന് ഈ ഡയബറ്റിക് ഫുഡ് അങ്ങനെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരിക, അത് കാരണം ഇത് അഗ്രിവേറ്റ് ചെയ്യാം. ഇപ്പം ഡയബറ്റിക് കാരണം ഒരു കാർഡിയാക്ക് ഒരു ഇഷ്യൂ വന്ന് ഹാർട്ടിനെ ബാധിക്കുമ്പം അതും ഇൻഡയറക്റ്റ്ലി ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുമ്പം കിഡ്നിയെ ബാധിക്കാം. അങ്ങനെ ഒരു നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ബാക്കി ഇൻഡയറക്റ്റ്ലി ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹം എന്നുള്ളൊരു കണ്ടീഷൻ കാരണം കിഡ്നിയെ ബാധിക്കാം. അത് ബേസിക്കലി വേണ്ട. പിന്നെ ചില ഇതുണ്ട്, നമുക്കൊരു വീട്ടിൽ പാരമ്പര്യമായിട്ട് ഇപ്പം അച്ഛനമ്മ ഡയബറ്റിക് ആണെങ്കിൽ എന്ന് വെച്ചാൽ വരുന്ന ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ അടുത്ത് വരുന്ന അവർക്ക് ഡയബറ്റിക് വരാനും ഡയബറ്റിക് കാരണം ഉള്ള ഓർഗൻ ഡാമേജ് എന്ന് വെച്ചാൽ കിഡ്നി, ഹാർട്ട്, അത് വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഇതിനകത്ത് ബേസിക്കലി വേണ്ട ഇപ്പം എല്ലായിടത്തും കുറേ ഇതുണ്ട്, എല്ലാവരും അവെയറാണ്. ബേസിക്കലി വേണ്ട ഡയബറ്റിക് കൺട്രോൾ ചെയ്യുക, ബാക്കി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് കറക്റ്റായിട്ട് നോക്കുക. നമുക്കിപ്പം ഒരു കിഡ്നിയെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻസ് എപ്പോഴും ഒന്നെങ്കിൽ ഒരു കിഡ്നിയുടെ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂറിൻ പോകുന്നതിൻ്റെ തടസ്സം, അങ്ങനെ കല്ല്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു കിഡ്നിയായിട്ട് ബാധിക്കുന്ന കണ്ടീഷൻസ് അങ്ങനെ വരുന്നത്. പിന്നെ ജന്മനാ പിള്ളേർക്ക് വരുന്ന ചില ഇതൊക്കെ ഉണ്ട്, ചില ഏതെങ്കിലും ഒരു കിഡ്നിയുടെ ദശകൾ. ഇല്ലെങ്കിൽ ബാക്കി ഇപ്പം ഡയബറ്റിക് അല്ലാത്ത എന്തെങ്കിലും കിഡ്നിയുടെ അല്ലെങ്കിൽ പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ വല്ല ക്യാൻസർ അങ്ങനെ അതൊക്കെ ഒരു കിഡ്നി വരിക. അതൊഴിച്ച് ബാക്കി എല്ലാം തന്നെ 2 കിഡ്നിയെ അഫക്റ്റ് ചെയ്യുന്നത്. സോ ഡയബറ്റിക് എപ്പോഴും 2 കിഡ്നിയെ അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഡയബറ്റിക് അല്ലാത്തയും കുറേ ഈ കിഡ്നി കണ്ടീഷൻസ് ഉണ്ട്, ഈ ഓട്ടോമ്യൂൺ കുറേ അസുഖങ്ങളുണ്ട്. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും 2 കിഡ്നിയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു വീട്ടിൽ എല്ലാവർക്കും ഒരു അച്ഛനമ്മ ഡയബറ്റിക് ആണ്, പ്രത്യേകിച്ച് ഒരു മെറ്റാനൽ സൈഡിൽ നിന്ന് ഡയബറ്റിക് ആണ്, അങ്ങനെയുള്ളവർക്ക് കിഡ്നിയെ ബാധിക്കാം. പിന്നെ ടൈപ്പ് 1 ഡയബറ്റിക് കുഞ്ഞിലെ വരുന്ന അവർക്ക് കൂടുതൽ കിഡ്നിയെ ബാധിക്കാൻ ചാൻസ് എപ്പോഴും കൂടുതലാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഏജിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അല്ലാത്ത ഇപ്പോൾ ഒരു എൽഡർലി ഒരാൾക്കാണെങ്കിൽ ആദ്യമായിട്ട് ഡയബറ്റിക് വരുന്ന, സാധാരണ ഡയബറ്റിക് അത്യാവശ്യം നല്ല കൺട്രോൾഡാണ്, നമ്മൾ ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സസൈസ് കാര്യങ്ങൾ അതൊക്കെ കറക്റ്റായിട്ടുണ്ട്. വേറെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അനാവശ്യമായിട്ട് ഇപ്പം മെഡിസിൻസ് അവോയ്ഡ് ചെയ്യുക, അതിപ്പോൾ ഏതാണെങ്കിലും അവോയ്ഡ് ചെയ്യുക, അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല. പിന്നെ കൂടുതലും ഒരു ഇപ്പം ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ള ഒരാൾക്കാണെങ്കിൽ ആക്ച്വലി ആ ഒരു ഇതൊന്നും ഒരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ളപ്പോഴൊക്കെയാണ് കൂടുതലും വരാറുള്ളത്. അത്യാവശ്യം നന്നായി നോക്കുന്നവർക്ക് അങ്ങനെ വരാറില്ല.
പിന്നെ നമ്മുടെ ഒരു പ്രായം കൂടുന്ന അനുസരിച്ച് നമുക്കിപ്പോൾ ഒരു കാഴ്ച കുറയുക, കേൾവി കുറയുക, അല്ലെങ്കിൽ ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴയ ഫോട്ടോ ഇന്നത്തെ ഫോട്ടോയും ഒരു 10 വർഷം മുമ്പേ ഉള്ള ഫോട്ടോ ഇന്നത്തെ ഫോട്ടോയും നോക്കുമ്പോൾ ഒരു വ്യത്യാസം. അതിപ്പം പുറത്തെ ഉള്ള ഒരു സ്കിന്നും ഉണ്ട്, അകത്തെ ഉള്ള എല്ലാ അവയവങ്ങൾക്കും ഉണ്ട്. സോ ഒരു സമയം കഴിഞ്ഞാൽ ഒരു 70 വയസ്സ് 80 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കിഡ്നിയുടെ ഫങ്ഷൻ അത് നോർമലായിട്ട് തന്നെ കുറഞ്ഞു വരും. അപ്പം ഈ പറഞ്ഞ ഡയബറ്റിക് ഉള്ളവർക്ക് ആ ഒരു കിഡ്നിയുടെ ഫങ്ഷൻ കുറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റാണ്. ചിലപ്പോൾ ഒരു 80 ഇയേഴ്സ് 80 വയസ്സുള്ള ഒരാൾക്ക് ക്രിയാറ്റിനിൻ 2 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഏജ് ചിലപ്പോൾ 2 ആയിരിക്കും, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ കിഡ്നിയുടെ ഫങ്ഷൻ. പിന്നെ അത് അങ്ങനെയാണ് ഒരു നാച്ചുറൽ കോഴ്സ് ഓഫ് ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നന്നായി നോക്കുന്നൊരു ഡയബറ്റിക് ആക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഒരു നാച്ചുറൽ കോഴ്സ്. അവർക്ക് നമുക്കിപ്പോൾ ക്രിയാറ്റിൻ ഇത്തിരി കൂടിയാലും ഈ ബ്ലഡിൻ്റെ നമ്മൾ ക്രിയാറ്റിൻ എന്ന് പറയും നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ ഇത്തിരി കൂടിയാലും പേഷ്യൻ്റ് വേറെ സിംറ്റംസ് ഒന്നുമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാനും പോകുന്നില്ല. ട്രീറ്റ് ദി ഡയബറ്റിക് അല്ലെങ്കിൽ BP കാര്യങ്ങളെല്ലാം തന്നെ നോക്കുക. എന്നാൽ ഒരു ഒട്ടും നോക്കാതെ അല്ലെങ്കിൽ ആ ഒരു ഇതും ചെയ്യാതെ നടക്കുന്ന ഒരാൾക്കാണെങ്കിൽ എപ്പോഴും ഷുഗറും കൂടുതല. ഷുഗർ കാരണം നേരത്തെ പറഞ്ഞാൽ ഇപ്പം കാലം വല്ല മുറിവും വന്നു അത് നോക്കാതെ, അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആയി, അല്ലെങ്കിൽ റെക്കറൻറ്റ് യൂറിൻ ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാർട്ടിയൊക്കെ ഇഷ്യൂ വരിക, ഇപ്പോൾ സ്മോക്കിങ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാം ബാധിക്കും. ഹാർട്ടും ബാധിക്കും, അതിൻ്റെ കൂടെ കിഡ്നിയും ബാധിക്കും. വന്ന ഒരു ഇറിവേഴ്സിബിൾ എന്ന് വെച്ചാൽ ഇരുമ്പ് തുരുമ്പിക്കുന്ന പോലെ തന്നെ ഒരു ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ്. അത് പിന്നെ പെട്ടെന്ന് കൂടുകയും ചെയ്യും. ഒരു സമയം കഴിഞ്ഞ് ഒരു കിഡ്നിയുടെ ഇപ്പം നമുക്ക് ക്രിയാറ്റിൻ്റെ ഒരു അളവ് ഞാൻ നോക്കണമെന്ന് പറയുന്നത് സിംറ്റംസ് ദേഹം മൊത്തം നീരാണ്. ഇപ്പം ക്രിയാറ്റിന് 3 ആവട്ടെ 4 ആവട്ടെ, പക്ഷെ സിംറ്റംസ് ആൾക്കാണെങ്കിൽ ദേഹം മൊത്തം നീര്, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ ഒട്ടും ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഒട്ടും കിടക്കാൻ പറ്റുന്നില്ല, ലങ്സിൽ ഫ്ലൂയിഡ് കയറുക, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. നമ്മളിപ്പം രാവിലെ എണീക്കുമ്പം ഇപ്പം രാവിലെ ആദ്യത്തെ യൂറിൻ എപ്പോഴും അത്രയും നേരം യൂറിൻ ബ്ലാഡറിൽ കിടക്കുന്നതാണ്. ഇപ്പോൾ 7-8 മണിക്കൂർ നമ്മൾ രാത്രി ഒരു 10 മണിയാകുമ്പോൾ യൂറിൻ പാസ് ചെയ്ത് കിടന്ന് പിന്നെ അത്രയും 7-8 മണിക്കൂർ കിടക്കുന്ന യൂറിൻ എപ്പോഴും കിടക്കുമ്പോൾ നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പത കാണും. അത് നാച്ചുറലായിട്ട് തന്നെ കാണും. പിന്നെ കിഡ്നിയുടെ അസുഖങ്ങൾ കാരണം ഈ യൂറിനി പത അല്ലെങ്കിൽ യൂറിനി പ്രോട്ടീൻ ലീക്ക് വരും. ഈ പ്രോട്ടീൻ ലീക്ക് ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് ഉള്ളവർക്ക് ഡയബറ്റിക്സ് കാരണം ആ ഒരു ഫിൽറ്ററിനെ ബാധിക്കുമ്പോൾ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ യൂറിനി പ്രോട്ടീനാണ്. അത് ഡയബറ്റിക് ഒരു 15 വർഷമായിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രോട്ടീൻ ലീക്ക് എന്ന് പറഞ്ഞാൽ ശരി, നമ്മൾ ഡയബറ്റിക് കാരണം എന്നുള്ള അങ്ങനെ അങ്ങ് വെച്ച് ഡയബറ്റിക് ബാക്കി BP എല്ലാം അങ്ങ് കൺട്രോൾ ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരാൾക്ക് ഇതുപോലെ ഡയബറ്റിക് ഇല്ല, ഒരു 50 വയസ്സ് ഒരാൾക്ക് ഡയബറ്റിക് ഒന്നുമില്ല, പക്ഷേ എപ്പോൾ യൂറിൻ നോക്കുമ്പോഴും യൂറിനി പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ നമ്മൾ നോക്കുമ്പോൾ ടെസ്റ്റ് എപ്പോഴും പോസിറ്റീവാണ്. ഇപ്പം കൺപോള നീര്, കാലേ നീര്, യൂറിൻ എപ്പോൾ നോക്കിയാലും ഒരു പത എന്ന് വെച്ചാൽ നമ്മൾ ഒരു സർഫ് ആണെങ്കിൽ ഇത്തിരിയിട്ട് അടിക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം എങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര പത, അത് അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം നമ്മളിപ്പോൾ യൂറിൻ പാസ് ചെയ്ത് ഫ്ലഷ് ചെയ്തതിലും ആ പത അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നിൽക്കും. അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ യൂറിൻ റൊട്ടീൻ ചെയ്യുക, അല്ലെങ്കിൽ യൂറിൻ ആൽബുമിൻ ചെയ്യുക, അല്ലെങ്കിൽ യൂറിൻ മൈക്രോ ആൽബുമിൻ. പിന്നെ ഇതുണ്ടെങ്കിൽ ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് 24 hours യൂറിൻ പിടിച്ച് അല്ലെങ്കിൽ 24 മണിക്കൂർ യൂറിൻ പിടിച്ച് അതിൻ്റെ ഒരു പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി കാണാം. അങ്ങനെ ഒരു പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റിക് അല്ലാത്ത കുറേ അസുഖങ്ങളുണ്ട്. എന്നുവെച്ചാൽ മിക്കെല്ലാം കുറേ ഓട്ടോഇമ്മ്യൂൺ കുറേ അസുഖങ്ങളുണ്ട്. നമ്മുടെ ബോഡി തന്നെ നമ്മുടെ കിഡ്നിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന കുറേ, പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബയോപ്സി അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് എന്നാലും ചെയ്താലേ അറിയാൻ പറ്റൂ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇപ്പം ഡയബറ്റിക് ആയിട്ടല്ല, വേറെ കുറേ സ്റ്റീറോയിഡ്സ്, ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന മെഡിസിൻസ്, ചെറിയ കീമോ കൂട്ടുള്ള മെഡിസിൻസ്, അതൊക്കെ അത് അങ്ങനത്തെ മെഡിസിൻസ് എടുക്കണം. സോ എന്തെങ്കിലും അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം ഒരാൾക്കാണെങ്കിൽ യൂറിൻ പതയുണ്ട്, ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ ആ ക്വാണ്ടിറ്റി അത്രയും തന്നെ കാണത്തില്ല. നമുക്ക് ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ കിഡ്നി ബയോപ്സി ഒക്കെ ചെയ്യുന്നത്.
പക്ഷെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ള, അല്ലെങ്കിൽ ഇപ്പം യൂറിൻ എപ്പോൾ നോക്കിയാലും അതിപ്പോൾ രാവിലെ മാത്രമല്ല, എപ്പോൾ യൂറിൻ പാസ് ചെയ്താലും വേണം എന്നുവെച്ചാൽ അത് വേരി ചെയ്യില്ല. എപ്പോൾ യൂറിൻ പാസ് ചെയ്ത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം രാത്രി ആണെങ്കിലും എപ്പോൾ വന്നെങ്കിലും വേണം, വേരിയും ചെയ്യില്ല. എന്നാൽ ഇപ്പം ഇന്നാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ളു, അല്ലെങ്കിൽ നമുക്കൊരു ബയോപ്സി ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഇല്ല. അങ്ങനെ പക്ഷെ നമ്മൾ ഇഗ്നോർ ചെയ്യാതെ എല്ലാ 2 മാസമോ 3 മാസമോ കൂടുമ്പോൾ യൂറിൻ ചെക്ക് ചെയ്തുകൊണ്ടങ്ങ് ഇരിക്കുക. മെഡിസിൻസ് എടുക്കണ്ട, യൂറിൻ വെറും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക പ്രോട്ടീന് വേണ്ടി. എന്തെങ്കിലും കൂടുതലായിട്ട് കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റോ ടെസ്റ്റോ ചെയ്യണം. ഡയാലിസിസ് ഇപ്പം നമ്മളെപ്പോഴും ഒരു റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അതിനകത്ത് വരുന്ന ഒരു ഇതാണ് യൂറിയ ക്രിയാറ്റിനിൻ. സോ ഒരു ക്രിയാറ്റിനിൻ നമുക്കൊരു കിഡ്നി ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോമറൽ ഫിൽട്രേഷൻ റേറ്റ് അതിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ഫോർമുലയെക്കാട്ടും കൂടുതൽ ഒരു 1/by ക്രിയാറ്റിൻ എത്ര ഉണ്ടോ അത്രയും തന്നെയാണ് നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ. ഇപ്പം ക്രിയാറ്റിനിൻ ആണെങ്കിൽ ഇപ്പം 4 ഒരു 1/4 എത്ര ആണോ അത്രയും തന്നെയാണ് കിഡ്നിയുടെ ഫങ്ഷൻ. ഓൾമോസ്റ്റ് ഒരു കിഡ്നിയുടെ ഫങ്ഷൻ ഒരു 20% താഴെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 15% താഴെ പോകുമ്പോൾ CKD സ്റ്റേജ് 5. നമ്മളൊരു 3 മാസത്തിൽ കൂടുതൽ ക്രിയാറ്റിനിൻ ഹൈ ആണ്, അല്ലെങ്കിൽ GFR 15% കൂടുതലാണ്, ഒരു 3 മാസത്തിൽ കൂടുതൽ ഇങ്ങനെ നിൽക്കുക, ഒരു റിക്കവറി സൈൻസ് ഒന്നും കാണുന്നില്ലെങ്കിൽ 99% ആ ഒരു പേഷ്യൻ്റ് ഡയാലിസിസിലോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിലോട്ടോ പോകും. ഇപ്പം ചിലർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു യൂറിൻ അല്ലെങ്കിൽ ഒരു കല്ല് വന്ന്, ഒരു സ്റ്റോൺ വന്ന്, ഒരു ഒബ്സ്ട്രക്ഷൻ വന്ന്, ചിലപ്പം ക്രിയാറ്റിന് 9 ആവും 10 ആവും. പക്ഷെ അത് ആ സ്റ്റോൺ മാറ്റുമ്പം തന്നെ ക്രിയാറ്റിനിൻ കുറഞ്ഞു വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്ന് ക്രിയാറ്റിനിൻ ചിലപ്പം 1 ചിലപ്പം 4 ആവാം 5 ആവാം. അത് ആ ഇൻഫെക്ഷൻ മാറുമ്പോഴേക്കും ചിലപ്പം നോർമൽ ആവും. പക്ഷേ ഇതുപോലെ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു കിഡ്നി അസുഖമുള്ള ഒരാൾക്കാണ്, പക്ഷേ ഇൻഫെക്ഷൻ മാറിയാലും ഇപ്പം എന്തോ ചെയ്താലും ആ ക്രിയാറ്റിനിൻ കൂടുതൽ തന്നെയാണ്. ഒരു 4 ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ 4 അല്ലെങ്കിൽ 5, ഒരു 3-4 മാസത്തിൽ കൂടുതൽ ഇങ്ങനെ തന്നെ കൂടി തന്നെ നിൽക്കുവാണെങ്കിൽ, ഒരു 4 മാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൂടി തന്നെ നിൽക്കുക, പിന്നെ കുറയുന്ന ചാൻസ് വളരെ മിനിമലാണ്. അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് മാക്സിമം സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം യൂറിൻ പോകുന്നുണ്ട്, ശ്വാസം മുട്ടലില്ല, വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോകുന്നിടത്തോളം, ഇപ്പം അതെൻ്റെ ഒരു പോളിസിയാണ്, വലിയ കുഴപ്പമില്ല, ഡയബറ്റിക് പ്രഷർ ഇത് തന്നെ അങ്ങ് മോണിറ്റർ ചെയ്തുകൊണ്ട് അങ്ങ് പോവുക. പക്ഷേ ശ്വാസം മുട്ടലുണ്ട്, ലങ്സിൻ്റെ അകത്ത് ഫ്ലൂയിഡ് കയറുന്നുണ്ട്, കൈ കാല് ഭയങ്കര നീരുണ്ട്, അങ്ങനെ പ്ലസ് ഒരു കാർഡിയാക് ഇഷ്യൂ വരും, ഈ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് കയറുമ്പോൾ ഹാർട്ട് ഭയങ്കര നീര് വെക്കും, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയാലിസിസ് തുടങ്ങേണ്ടി വരും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇതുപോലത്തെ കണ്ടീഷൻ ഡയാലിസിസ് തുടങ്ങുന്നതിനല്ല, തുടങ്ങിയാൽ നിർത്താൻ പറ്റത്തില്ല. പിന്നെ ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ്. ഡയാലിസിസ് എന്ന് പറഞ്ഞാലും വീക്ക്ലി ആഴ്ച 2 അല്ലെങ്കിൽ 3 വെച്ച് കണ്ടിന്യൂസ് പോകേണ്ടി വരും. ഡയാലിസിസ് ബേസിക്കലി ഒരു മെഷീൻ, ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം യൂട്യൂബ് അല്ലെങ്കിൽ ഇതൊക്കെ നോക്കുമ്പോൾ ഡയാലിസിസ് മെഷീൻ കാണുമ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒന്ന് തന്നെ അറിയാം. സോ അതിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, ഡയാലൈസർ എന്നും പറഞ്ഞാൽ, അതാണ് ഒരു ഹാർട്ട് ഓഫ് ഒരു ഡയാലിസിസ് പ്രോസസ്സ്. ഇതിനകത്ത് കൂടെ ബ്ലഡ് അങ്ങ് പാസ് ചെയ്യും. സോ നമുക്കാണെങ്കിൽ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ബോഡി ഒരു ആക്സിസ് ആണ്. സാധാരണ നമ്മൾ AVF അല്ലെങ്കിൽ ഫിസ്റ്റുല എന്ന് പറയും, ആർട്ടറി വീനസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെയിൻ ഇവിടെ കഴുത്തുള്ള ജുഗുലർ വീന് അല്ലെങ്കിൽ ഫെമറൽ വീന് എവിടെയാണെന്ന് വെച്ചാൽ ഒരു കത്തീറ്റർ ഇടുക, അന്നേരം അത്രയും നമുക്ക് ഫ്ലോ കിട്ടും, ബ്ലഡ് ഫ്ലോ കിട്ടും. അത് മെഷീൻ വഴി റൺ ചെയ്യുക. സോ ഈ ഫിൽറ്റർ ഉണ്ട്. സോ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചെറിയ ട്യൂബ്സാണ്, ഒരു കേസ്, അതിൻ്റെ അകത്ത് ചെറിയ ട്യൂബ്സാണ്. എന്നിട്ട് ഈ കേസിൻ്റെ അകത്തൂടെ ബ്ലഡും പാസ് ചെയ്യും. അത് ആ ഒരു ത്രെഡ് അല്ലെങ്കിൽ ചെറിയ ട്യൂബ്സിൻ്റെ, ഈ ട്യൂബ്സിൻ്റെ പുറത്തുകൂടെ കുറേ ഫ്ലൂയിഡ് ഉണ്ട്, നമ്മൾ ഡയാലിസിസ് എന്ന് പറയും. ബേസിക്കലി ഒരു 2 എഫക്റ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ ഈ കെമിസ്ട്രിയിലൊക്കെ പഠിച്ച പോലെ ഒരു ഓസ്മോസിസ് ഉണ്ട്, പിന്നെ ഒരു പ്രഷർ എഫക്റ്റ്. സോ ബ്ലഡ് പാസ് ചെയ്യുമ്പം തന്നെ നമ്മുടെ ഈ വേസ്റ്റ് ഫ്രം എ ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ചെറിയ മൈന്യൂട്ട് ഒരു മില്ലിമോൾ അല്ലെങ്കിൽ അത്രയ്ക്ക് മൈന്യൂട്ട് പോഴ്സ് ഉണ്ട് ഈ
ട്യൂബിൽ കൂടെ. അന്നേരം നമ്മുടെ യൂറിയ ക്രിയാറ്റിൻ അതൊക്കെ ആക്ച്വലി ഏറ്റവും അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് കുറഞ്ഞ ഇതാണ്. ഇതൊക്കെ ഡിഫ്യൂസ് ചെയ്യും, ഇത് പുറത്തോട്ട് പോകും. എന്നാൽ ബോഡിക്ക് വേണ്ട ഹീമോഗ്ലോബിൻ, ആൽബുമിൻ, ബാക്കിയെല്ലാം സാധനം തന്നെ അതിൻ്റെ അകത്ത് നിൽക്കും. അത് നമ്മൾ തിരിച്ച് ബോഡിയിലോട്ട് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ യൂറിയ ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ ആ എക്സ്ട്രാ ആയിട്ടുള്ള പൊട്ടാസ്യം, സോഡിയം അങ്ങനെയൊക്കെ ഇതൊക്കെ ആണെങ്കിൽ ഇതുവഴി അങ്ങ് പോഴ്സ് വഴി അങ്ങ് പോകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ എഫക്റ്റ്, ഒരു പുള്ളിങ്, നമ്മൾ സ്ട്രോ വലിക്കുക അല്ലെങ്കിൽ ഒരു പമ്പിൻ്റെ വിട്ടുള്ള ഈ പമ്പിങ് ഇത് കാരണം നമുക്ക് എക്സ്ട്രാ ദേഹത്തുള്ള വെള്ളം അല്ലെങ്കിൽ വാട്ടർ അത് എക്സ്ട്രാ ആ നമ്മുടെ ഫുൾ ബ്ലഡിലോട്ട് അത് നമുക്ക് വലിച്ചെടുക്കാം. അതും നമുക്ക് മെഷീനിൽ തന്നെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 1 ലിറ്റർ എടുക്കണമെങ്കിൽ 1 ലിറ്റർ എടുക്കാം, 2 ലിറ്റർ എടുക്കാം. അത് നമുക്ക് ബോഡിയുടെ നീര് അല്ലെങ്കിൽ എക്സ്ട്രാ എത്രയാണെന്ന് വെച്ചാൽ അത് വെച്ച് സെറ്റ് ചെയ്തിട്ട് ആ എക്സ്ട്രാ ഫ്ലൂയിഡ് എടുക്കുക, എന്നിട്ട് തിരിച്ചു വെക്കുക. അതാണ് നോർമൽ ഒരു ഹീമോ ഡയാലിസിസ് മെഷീൻ വെച്ച്. പിന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് അത് ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു മെഷ് പോലത്തെ ഒരു ഇതുണ്ട്. നമുക്കിപ്പം ഇങ്ങനെ ഒരു മീൻ വല, മീനുള്ള ഒരു മീൻ വല എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം മീനിന് പകരം അന്നത്തി മൊത്തം നമ്മുടെ കുടൽ ഇൻറ്റസ്റ്റൈൻ അതെല്ലാം ചുറ്റിയുള്ള ഒരു കവറിങ്ങാണ് ഈ വല പോലത്തെ ഇതാണ് ഒരു പെരിറ്റോണിയം. ഈ പെരിറ്റോണിയത്തിൻ്റെ ചുറ്റും നമ്മളൊരു ട്യൂബ് ഇടുക. ഈ പെരിറ്റോണിയം ആണെങ്കിൽ പെരിറ്റോണിയത്തിൻ്റെ ഒരു ട്യൂബുണ്ട്, അതിനകത്താണെങ്കിൽ മൾട്ടിപ്പിൾ ഈ പോർസ് ഉണ്ട് അല്ലെങ്കിൽ ഹോളുണ്ട്. അന്നേരം ഇതാണെങ്കിൽ ട്യൂബ് ഇടുക. നമ്മൾ ഈ ഫ്ലൂയിഡ് മിക്ക എല്ലാ ഇതെന്ന് പറഞ്ഞാൽ ഈ ഷുഗർ ബേസ്ഡ് ആണ്, എല്ലാം ഒരു ഡെക്സ്ട്രോസ് ഉള്ള ഇതാണ്, പല സ്ട്രെങ്ത്തിലുണ്ട്. ഈ ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ പെരിറ്റോണിയത്തെ സ്പേസിൽ കൊണ്ടുകഴിഞ്ഞ് നിറയ്ക്കും. എന്ന് വെച്ചാൽ എത്ര നിറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിരിക്കും. ഓൾമോസ്റ്റ് ഒരു 50 ml/kg അങ്ങനെ ബോഡി വെയിറ്റ് കൂടുതലാക്കും കൂടുതൽ ഫ്ലൂയിഡാണ്, ബോഡി വെയിറ്റ് പറഞ്ഞാൽ കുറച്ച് ഫ്ലൂയിഡ്. സോ ഈ ഒരു ഫ്ലൂയിഡ് നമ്മളാണെങ്കിൽ പെരിറ്റോണിയം ഇൻസ്റ്റിൽ ചെയ്യും. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ പെരിറ്റോണിയം തന്നെ നമ്മുടെ ഇപ്പോൾ ഡയാലിസിസ് നോർമൽ ഹീമോ ഡയാലിസിസ് ആ ഫിൽട്ടർ എന്തോ ചെയ്യുന്നു അത് തന്നെ നമ്മുടെ പെരിറ്റോണിയം ചെയ്യും. അതിൽ കൂടെ തന്നെ ആ യൂറിയൻ ക്രിയാറ്റിനും എക്സ്ട്രാ വെള്ളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ 4 മണിക്കൂർ കൊണ്ട് അത് അബ്സോർബ് ചെയ്യും. അത് വീണ്ടും നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ആ ട്യൂബ് വഴി തിരിച്ച് പോരും. സോ ഇതാണ് ബേസിക്കലി പെരിറ്റോണിയൽ ഡയാലിസിസ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഈ ഡയാലിസിസ് പേഷ്യൻ്റെ എണ്ണം ഭയങ്കര കൂടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഹീമോ ഡയാലിസിസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് മെഷീനൊന്നും ആ ഒരു പോപ്പുലേഷന് കേറ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പം കുറേ പേര് പെരിറ്റോണിയൽ ഡയാലിസിസ് ഇപ്പം പിന്നെ ഹാർട്ടിന് ഭയങ്കര മോശമായിട്ടുള്ള ഈ ഹാർട്ട് പമ്പിങ് ഭയങ്കര മോശമുള്ളവർക്ക് നമ്മൾ ഈ മെഷീനിലോട്ട് ഡയാലിസിസ് ചെയ്യുമ്പോൾ കുറേ ബ്ലഡ് പുറത്തോട്ട് എടുക്കും. സോ ഓൾമോസ്റ്റ് ഒരു 150-200 ml പുറത്തോട്ട് എടുക്കും ബ്ലഡ്. എന്നിട്ട് ചിലപ്പോൾ ഹാർട്ട് താങ്ങത്തില്ല, BP കുറയും. സോ അങ്ങനത്തെ ഉള്ളവർക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെ ഭയങ്കര എൽഡർലിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യൻ്റ് ഉണ്ട്, കിടപ്പ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ഇപ്പം ഒരു ഡയാലിസിസ് സെൻറ്ററിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവർക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ്. സോ അത് ആളും ഇതും വെച്ചിട്ട് വേരി ചെയ്യും. ഇപ്പം ചില അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു മഴക്കാലത്ത് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്നതെന്ന് വെച്ചാൽ ഇൻഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിപ്പനി അല്ലെങ്കിൽ മലേറിയ, അത് കാരണം ഇത് വരും. എന്നിട്ട് ഇത് കാരണം ഒരു കിഡ്നിയുടെ അകത്തൊരു അലർജി പോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ ഇതായിട്ട് വരും, അക്യൂട്ട് ട്യൂബുലർ ഇൻഡസ്ട്രീഷ്യൽ. അന്നേരം അത് കാരണം കിഡ്നിയെ ബാധിക്കും, റീനൽ ഫെയിലിയർ വരും. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പം ഇതിൻ്റെ മെഡിസിൻ എടുത്ത് ആ ഒരു പനി അങ്ങ് മാറുക അല്ലെങ്കിൽ ആ ഓർഗാനിസം നശിക്കുമ്പം വീണ്ടും കിഡ്നി നോർമലാണ്. അന്നേരം ഇതുവരെ ഇപ്പം യൂറിൻ ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പം ഡയാലിസിസ് വേണ്ടി വരും. ബട്ട് ആസ് കിഡ്നി ഇത് ഒന്ന് ഇതായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പം ചില പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പം ക്രിയാറ്റിനും കൂടും, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡയാലിസിസ് ചെയ്യണം. അത് മാറുമ്പോഴേക്കും നമുക്ക് ഡയാലിസിസ് ഒക്കെ നിർത്താം. പിന്നെ ഭാവിയിലാണെങ്കിലും അങ്ങനെ കിഡ്നിക്ക് അസുഖം അങ്ങനെ വേറെ ഡയാലിസിസ് ഒന്നും വേണ്ടി വരുന്നില്ല. പക്ഷെ നമുക്ക് ചില ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഡയബറ്റിക് അല്ലെങ്കിൽ ഓട്ടോമ്യൂൺ കുറേ ഇത് അല്ലെങ്കിൽ ആ കാർഡിയൊക്കെ കാരണം കിഡ്നിയെ ബാധിക്കുക, ഇതൊന്നും മാറാത്ത അസുഖങ്ങളാണ്. നേരെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ പോലെ ഒരു ഇരുമ്പ് തുരുപ്പിച്ച് പോവുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് രക്ഷയില്ല റിക്കവറി ഇല്ലാത്ത
ഒരു ഇതാണെങ്കിൽ നമുക്ക് റെഗുലർ ഡയാലിസിസിൽ തന്നെ പോകും. അതിപ്പോൾ ആഴ്ച 2 or 3 പേഷ്യൻ്റ് ഡിപ്പെൻഡ് ചെയ്യും. ബേസിക്കലി ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നോർമൽ കിഡ്നി അല്ല, പുറത്തുള്ള ഒരു മെഷീനാണ്. അതൊരു നോർമൽ കിഡ്നി അല്ലെങ്കിൽ നോർമൽ കിഡ്നിയുടെ ആ ഒരു ഇതല്ല. ഇപ്പം നമുക്ക് ഒരു നോർമൽ കിഡ്നിക്ക് അറിയാം ഇന്നതാ വേണ്ട, അല്ലെങ്കിൽ ഇപ്പം യൂറിയ ക്രിയാറ്റിനിൻ മാത്രം മതി, അല്ലെങ്കിൽ എക്സ്ട്രാ വെള്ളം മതി, ഇപ്പം പ്രോട്ടീനൊന്നും ഇല്ല, ഇപ്പം അങ്ങനെയൊക്കെ ഇത് ചെയ്യാം. മറ്റേതെന്ന് പറഞ്ഞാൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്താലും വേസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ട കുറേ ന്യൂട്രിയൻസ് പ്രോട്ടീൻസ് ഒക്കെ മെഷീൻ വഴി അങ്ങ് പോകും. പ്രോട്ടീനൊക്കെ പോകുമ്പം ഈ പറഞ്ഞ പോലെ നാച്ചുറലി ഇപ്പം മുടി ഒഴിച്ചിൽ ഇതെല്ലാം തന്നെ മസിൽ വേസ്റ്റിങ്, മസിലിന് വീക്ക്നെസ്, നടക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ തന്നെ എന്തായാലും വരും. മുടി പൊഴിച്ചിൽ ഇപ്പം ഇത് കാരണം തന്നെ ഡയാലിസിസ് വലിയ വരണമെന്നില്ല. ഇപ്പം അത്യാവശ്യം ഇപ്പം യങ് പേഷ്യൻസ് ഉണ്ടെന്ന് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് അവർക്കിപ്പോൾ എത്ര ഇതുണ്ട്, അവർക്കൊന്നും അങ്ങനെ ഇതില്ല. ബട്ട് ഓവർ ദി ഇയേഴ്സ് അവർക്ക് ഹെയർ ഫോളൊക്കെ കൂടാം. ആക്ച്വലി ബേസിക്കലി അവർക്കൊരു പ്രോട്ടീൻ ലോസ് കാരണം മുടിയിൽ നിന്ന് തന്നെ അത് പ്രോട്ടീനാണ്. സോ പ്രോട്ടീൻ ലോസ് ഉള്ളപ്പം ഹെയർ ലോസും കൂടും. ഇപ്പോൾ ഒരു ഡയബറ്റിക് ഉള്ള ആൾക്കാണെങ്കിൽ ഒരു ലോകത്തുള്ള ഒരു ലക്ഷറി പാടില്ല എന്ന് പറയുന്നില്ല. അമിതമായ അമൃതവും വിഷം, അത്രയേ ഉള്ളൂ ഇത്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഒരു മുറിവ് വന്ന് ഒരു ഡയബറ്റിക് ആണല്ലോ, തുടക്കത്തിലേ അത് കറക്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കൂടുതൽ ഇൻഫെക്റ്റഡ് ആവാതിരിക്കുവാണെങ്കിൽ എപ്പോഴേ എളുപ്പമാണെങ്കിൽ വേറെ കുഴപ്പമില്ല. പക്ഷേ ഇൻഫെക്ഷൻ കൂടി പെല്ലിനെ ബാധിച്ച് ഇപ്പോൾ ഡയബറ്റിക് ചിലവരെ കാണുന്നില്ല, നമ്മൾ അങ്ങ് ഒട്ടും നോക്കാതെ മൈൻഡ് ചെയ്യാതെ ഇത് കൂടുന്നതനുസരിച്ച് നമ്മുടെ കിഡ്നിയുടെയും ഫെയിലിയറിലോട്ടുള്ള ചാൻസ് കൂടും. ഇൻഫെക്ഷൻ വരും, അത് പിന്നെ വേറെ കാർഡിയാക് ഇഷ്യൂ ആവും, പിന്നെ അത് പിന്നെ കിഡ്നിയെ ബാധിക്കും. സോ അങ്ങനെ ഉള്ള ഇത് നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് ഇത് നമ്മളിപ്പം കുറേ പേഷ്യൻസ് വരും, അന്നേരം ഇപ്പം ഒരു ക്രിയാറ്റിനിൻ കൂടി, ഞാൻ പറഞ്ഞു ഇത്രയും വർഷമായിട്ട് ഡയബറ്റിക് ആയിട്ട് അല്ല, പണ്ടേ ഒരു 2 വർഷം 3 വർഷം മുമ്പേ ഉള്ള പ്രിസ്ക്രിപ്ഷൻ നോക്കി എല്ലാ ദിവസവും മെഡിക്കൽ സ്റ്റോറിൽ പോയി അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അത് തന്നെ ഒരു കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ ഒരിക്കലും ബ്ലഡും ചെക്ക് ചെയ്യത്തില്ല, കൂടുതലാണോ കുറവാണോ ഒന്നും നോക്കത്തില്ല. ഇങ്ങനെ ബ്ലൈൻഡായിട്ട് പോകുന്നവരും ഉണ്ട്, അവരാണ് ഒരു സമയം കഴിഞ്ഞാൽ വരാറുള്ളത്. ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാസം കറക്റ്റായിട്ട് ഷുഗറും കാര്യങ്ങളും ഇപ്പം നോർമലാണെങ്കിലും നമ്മളൊരു കറക്റ്റ് ലൈഫ് സ്റ്റൈലാണെങ്കിൽ പോലും ഒരു 2-3 മാസം കൂടുമ്പോൾ ഒന്ന് നമ്മളെ കാണുന്ന ഫിസിഷ്യനെ ഒന്ന് പോയി കാണുക, കറക്റ്റായിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക, എല്ലാം ഒന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മതി. അങ്ങനെ പോകുന്നവർക്കാണെങ്കിലും കുഴപ്പമില്ല. ഒട്ടും ഇതില്ലാത്തവർക്കേ ഉള്ളൂ അങ്ങനെ കാരണം ഒരു റീനൽ ഫെയിലിയറിലോട്ട് പോകുന്നത്. ബേസിക്കലി കിഡ്നി അസുഖം അതിപ്പം എങ്ങനെയാണ് വരുന്നത്, ആർക്കാണ് വരുന്നത് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഏജ് കഴിയുമ്പം നമ്മളാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് നോക്കുക. നമ്മൾ ലക്ഷണങ്ങൾ കാണുമ്പം തന്നെ ഇപ്പം ചിലർക്കുണ്ട് ഒരു 20 വയസ്സുള്ള 30 വയസ്സുള്ളവർക്കൊക്കെ യൂറിൻ പതഞ്ഞു വരിക. അന്നേരം ബേസിക്കലി ആ തുടക്കത്തിലേ വെച്ചാൽ കിഡ്നി അല്ലെങ്കിൽ യൂറിൻ പതഞ്ഞു പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ യൂറിൻ ടെസ്റ്റ് ചെയ്യുക. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ ഇതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഭാവിയിലോട്ട് ഒരു കംപ്ലീറ്റ് റീനൽ ഫെയിലിയർ പോകാൻ അറ്റ്ലീസ്റ്റ് കുറേ നാൾ ഡിലേ ആവും. അല്ലെങ്കിൽ മെഡിക്കലായിട്ട് നമുക്ക് കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഡയാലിസിസോ ട്രാൻസ്പ്ലാന്റോ ഒക്കെ അറ്റ്ലീസ്റ്റ് നല്ലൊരു ഏജ് വരെ ഡിലേ ചെയ്യാൻ പറ്റും. സോ ഇനീഷ്യലി ഇതൊക്കെ കാണുമ്പം കുറേ പേരൊന്നും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട്, ബട്ട് കിഡ്നിയുടെ കുഴപ്പങ്ങൾ, കിഡ്നിയുടെ ഫങ്ഷൻ വരെ 15% താഴെ പോകുമ്പോഴാണ് പുറമെ കുറേ കുഴപ്പങ്ങൾ കാണുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ടു ലേറ്റ്. സോ അത് ഇനീഷ്യലി എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നോക്കും.